ഹൈബ്രിഡ് ഇനം പശുക്കൾ മാത്രമാണ് ബാബുവിൻ്റെ തൊഴുത്തിലുള്ളത്. ഇവ കൂടുതൽ പാൽ തരുന്നു. കുറഞ്ഞത് 15 മുതൽ 20 ലിറ്റർ വരെ പാൽ നൽകുന്ന പശുക്കൾക്ക് മാത്രമേ ഒരു ഡയറി ഫാം ലാഭകരമാക്കുവാൻ കഴിയൂ. പശുക്കളെ വാങ്ങുമ്പോൾ ഇക്കാര്യം മനസ്സിൽ വയ്ക്കുന്നത് നന്ന്. ആരോഗ്യവും പാൽ ഉൽപാദനശേഷിയും മികച്ചു നിൽക്കുന്ന പശുക്കുട്ടികളെ തന്നെ വേണം തിരഞ്ഞെടുക്കാൻ. നാട്ടിലെ പശുക്കളെ അപേക്ഷിച്ച് വിലയിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല തമിഴ്നാട്ടിലും. 20,000 രൂപയെങ്കിലും വില വരും ഓരോ പശുവിനും. വില പേശലുകളിലാണ് കാര്യം. 10 പശുക്കളുള്ള ഒരു ഡയറി ഫാം ലാഭകരമാക്കണമെങ്കിൽ കുറഞ്ഞത് 100 ലിറ്ററെങ്കിലും പാല് ലഭിക്കണമെന്ന് ബാബു പറയുന്നു. അതായത് ഒരു ദിവസം കിട്ടുന്ന പാലിൻ്റെ അളവിനെ ആകെയുള്ള കാലികളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ 10 ലിറ്ററെങ്കിലും വരണം. 40 കറവ പശുക്കളിൽ നിന്നായി ദിവസേന 500 ലിറ്റർ പാലാണ് ബാബു വിറ്റുവരുന്നത്. നല്ല കൊഴുപ്പുള്ള പാലായതിനാൽ 10.5 മുതൽ 11 രൂപ വരെ ലിറ്ററിന് വില ലഭിക്കുന്നു. കാലിത്തീറ്റ, പണിക്കൂലി എന്നിങ്ങനെയുള്ള എല്ലാ ചെലവുകളും കഴിഞ്ഞാൽ ഒരു ദിവസം 1500 മുതൽ 2000 രൂപ വരെയാണ് ബാബുവിന് കിട്ടുന്ന അറ്റാദായം. അതായത് 45,000 മുതൽ 60,000 രൂപ വരെ പ്രതിമാസം വരുമാനമായി ലഭിക്കുന്നു. പിരിമുറുക്കങ്ങളും ഉറക്കമില്ലായ്മയും സമ്മാനിക്കുന്ന ഏതൊരു വെള്ളക്കോളർ ജോലിയേക്കാളും കൂടുതലാണ് ഈ മാസവരുമാനമെന്ന് ബാബു തിരിച്ചറിയുന്നു. തൊഴിൽ മേഖലയിലെ പ്രതിസന്ധികൾ മലയാളിക്ക് ചെറിയ തലവേദനയൊന്നുമല്ല ഉണ്ടാക്കുന്നത്. എന്നാൽ ഏതൊരു സംരംഭത്തിൻ്റെയും മുതൽക്കൂട്ട് അവിടുത്തെ തൊഴിലാളികളാണെന്ന് ബാബുവിന് നന്നായി അറിയാം. എന്തിനും പോന്ന 4 ജോലിക്കാർ ഈ പശുക്കളുടെ പരിചരണത്തിനായി ബാബുവിനൊപ്പമുണ്ട്. തമിഴ്നാട്ടുകാരായ ഇവർ എല്ലുമുറിയെ പണിയെടുക്കുന്നു, കൈ നിറയെ സമ്പാദിക്കുന്നു. അവർക്കൊപ്പം ബാബുവും അച്ഛൻ രാമകൃഷ്ണ കുറുപ്പും സദാ കൂടെയുണ്ടാകും. കുറുപ്പ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്തിരുന്നത്. റിട്ടയർ ചെയ്തിട്ട് 20 വർഷം കഴിഞ്ഞു. ഈ 75-ാം വയസ്സിലും തികഞ്ഞ ആരോഗ്യവാനാണ് ഇദ്ദേഹം. രാവിലെ ഞാൻ ഇവരുടെ കൂടെ തന്നെ എഴുന്നേറ്റ് വരും. ഒരു 3 മണിക്ക് എഴുന്നേറ്റ് വന്ന് 3:30 ആകുമ്പോൾ എഴുന്നേറ്റ് വന്ന് അവരുടെ കൂടെ തന്നെ എല്ലാ ജോലികളും സഹായിക്കും. ചാണകം വാരി അവർ തരികയാണെങ്കിൽ കൊണ്ടിടും, പശുവിനെ കുളിപ്പിക്കാനാണെങ്കിൽ കുളിപ്പിച്ച് തേക്കുകയും ഇതെല്ലാം. പിന്നെ പുല്ല് വെട്ടിക്കൊടുക്കും. ഈ പുല്ലൊക്കെ ഞാനാണ് വെട്ടിക്കൊടുക്കുന്നത്. പുല്ല് വെട്ടിക്കൊടുക്കും. എല്ലാ കാര്യവും അവരുടെ കൂടെ തന്നെ അവർ ചെയ്യുന്നതൊക്കെ തന്നെ ഞാനും നമ്മൾ കൂടെ തന്നെ നിൽക്കണം. എന്നെങ്കിൽ അപ്പോൾ അവർക്കും കൂടുതൽ ആത്മാർത്ഥമുണ്ട്. ജോലി ചെയ്യുന്നവർക്ക് ചോറ് കഴിക്കാൻ അവർക്കും കൂടുതൽ ആത്മാർത്ഥമുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഞാൻ അവരെ അച്ഛൻ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് അവർ വന്ന് പിടിക്കും. എന്നില്ല ഞാൻ ചെയ്തു കൊടുക്കും. അച്ഛൻ ചാണകം മാറണ്ട, ഞാൻ ഇവിടെ നിന്നാൽ മതി എന്നൊക്കെ. എന്നാലും ഇല്ല, എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ. അവർ അത്രയും ബുദ്ധിമുട്ടുമല്ലോ, ഞാനും അതുപോലൊക്കെ ആകുന്നിടത്തോളം കാലം ചെയ്തു കൊടുത്താൽ സന്തോഷമാണ്. തികഞ്ഞ അച്ചടക്കമുള്ളതും സമയബന്ധിതവുമായ ജോലി ശൈലിയാണ് ബാബുവിൻ്റെ മുതൽക്കൂട്ട്. പുതിയൊരു ക്ഷീരവിപ്ലവത്തിന് കാരണമാകുവാൻ ഈ അച്ചടക്കബോധം താങ്ങാവുന്നു. വെളുപ്പിന് 2 മണിക്ക് തന്നെ ജോലികൾ ആരംഭിക്കുകയായി. എല്ലാവരും ചേർന്ന് തൊഴുത്ത് വൃത്തിയാക്കും. കന്നുകാലികളെ കുളിപ്പിച്ച് സുന്ദരികളാക്കും. പുൽക്കൂട് വൃത്തിയാക്കി തീറ്റ കൊടുക്കുമ്പോഴേക്കും 4-4:30 മണിയാകും. പിന്നെ കറവ. കൈകൊണ്ട് തന്നെയാണ് കറവ നടത്തുന്നത്. കറവ മെഷീൻ ഒരെണ്ണം വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് ബാബുവിന്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ തൊഴിലാളികൾ ഏതൊരു കറവ യന്ത്രത്തേക്കാൾ അനായാസമായിട്ടാണ് പശുക്കളെ കറക്കുക. ഒരു ക്ഷീരസാഗരമൊരുക്കുവാൻ അവർക്ക് നിമിഷ നേരം മതി. കറവ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ വീണ്ടും ഒന്നുകൂടി തൊഴുത്തടിച്ച് വൃത്തിയാക്കി പുല്ലോ വൈക്കോല് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കും. അതിനുശേഷം പശുവിനെല്ലാം വിശ്രമമായിരിക്കും. തൊഴിലാളികൾക്കും ഞങ്ങൾക്കൊക്കെ വിശ്രമമാണ്. പിന്നീട് ആരംഭിക്കുന്നത് ഏകദേശം ഉച്ചയ്ക്ക് ഒരു 12:00 കൂടിയിട്ട് 12:30 വന്ന് ഞങ്ങൾ വീണ്ടും ഈ പറഞ്ഞ പോലെ ആദ്യം തൊഴുത്ത് വൃത്തിയാക്കുന്നു,
തീറ്റ ഇടുന്നു. തീറ്റ ഇട്ടതിന് ശേഷമേ പശുവിന് മിൽക്കിങ് നടത്തുകയുള്ളൂ. ഇത് നടത്തുന്നു. അത് ഏകദേശം ഒരു 3:30-4 മണിയാകുമ്പോഴത്തേക്ക് അന്നത്തെ പണിയെല്ലാം തീരും. പിന്നെ പശുവിനും വിശ്രമം കൊടുക്കുക. പശുവിന് വിശ്രമം കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് വേണ്ടത്. അതിങ്ങനെ കിടന്ന് കുറച്ച് നേരം അയവെട്ടിയൊക്കെ കിടന്നാൽ മാത്രമേ നമുക്ക് അതനുസരിച്ചുള്ള പാലുൽപാദനം ലഭിക്കുകയുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് പശുക്കളെ തൊഴുത്തിൽ നിന്ന് പുറത്തിറക്കാറുണ്ട്. തുറന്ന അന്തരീക്ഷം പശുക്കളുടെ സ്വഭാവത്തിൽ ആരോഗ്യപരമായ മാറ്റങ്ങൾ വരുത്തുന്നു. ഇളം വെയിൽ ശരീരത്തിലെ രക്തയോട്ടം കൂട്ടുവാൻ സഹായകമാണ്. 2-3 മണിക്കൂറെങ്കിലും ഇങ്ങനെയൊരു മേഞ്ഞു നടക്കലിന് ബാബു അവസരം കൊടുക്കാറുണ്ട്. കാലിത്തീറ്റയുടെ കാര്യത്തിലും ശാസ്ത്രീയമായ സമീപനമാണ് ബാബു സ്വീകരിച്ചിരിക്കുന്നത്. വെറുതെ വാരിക്കോരി കൊടുക്കുകയല്ല, പശു തരുന്ന പാലിനെ കണക്കാക്കിയാണ് അതിന് ആഹാരം കൊടുക്കുന്നത്. സിമന്റ് ടാങ്കിലിട്ടാണ് കാലിത്തീറ്റ കുഴച്ചെടുക്കുക. പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം ആവശ്യത്തിന് ചേർത്ത് നന്നായി ചവിട്ടി കുഴയ്ക്കുന്നു. ബക്കറ്റിൽ അളവറിയാവുന്ന ജോലിക്കാർക്ക് പ്രത്യേകം ഭാരം നോക്കി തിട്ടപ്പെടുത്തേണ്ടി വരുന്നില്ല. മക്കച്ചോളം പശുക്കളുടെ ഇഷ്ടവിഭവം തന്നെയാണ്. 1 ലിറ്റർ പാലിന് 400 ഗ്രാം എന്ന കണക്കിനാണ് കാലിത്തീറ്റ അളന്നെടുക്കുക. 2 കിലോ തീറ്റ അധികവും കൊടുക്കും. അത് ശരീര വളർച്ചയ്ക്ക് വേണ്ടിയാണ്. 10 ലിറ്റർ പാൽ തരുന്ന പശുവിന് കൊടുക്കുന്നത് 6 കിലോ തീറ്റയാണ്. കമ്പോളത്തിൽ സുലഭമായ കാലിത്തീറ്റകൾ ഒന്നും തന്നെ ബാബു വാങ്ങാറില്ല. ഇതിനും തമിഴ്നാട് തന്നെയാണ് ആശ്രയ കേന്ദ്രം. റെഡിമെയ്ഡ് ഫീഡുകളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ഈ ഒരു ഡയറി ഫാമിനെ സംബന്ധിച്ചിടത്തോളം സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ ഫീഡിങ്ങിലാണ് അതിൻ്റെ ഏറ്റവും വലിയ കോസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫീഡിങ് എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ തമിഴ്നാട് മേഖലയിൽ നിന്നും മറ്റിടത്തും നല്ല മൊത്തമായിട്ട് ഞങ്ങൾ വേറെ 2-3 കർഷകരെല്ലാവരും കൂടി ചേർന്നിട്ട് മൊത്തമായിട്ട് ഈ പരുത്തി പിണ്ണാക്ക്, പിന്നെ മക്കച്ചോളത്തിൻ്റെ പൊടി, പിന്നെ ഉഴുന്ന് തവിട്, ഇങ്ങനെയുള്ള സാധനങ്ങൾ വില കുറഞ്ഞ മേഖലകൾ ഓരോ സ്ഥലത്തും പിണ്ണാക്കിന് ചിലപ്പം പരുത്തി പിണ്ണാക്കിന് ഇന്ന് വില കൂടുതലാണെങ്കിൽ വേറൊരു സീസണിലും വേറൊരു പിണ്ണാക്കിന് വില കുറവുണ്ടാവും. അങ്ങനെ അത് നോക്കി എവിടെയാണ് വില കുറവെന്ന് അന്വേഷിച്ചിട്ട് ഞങ്ങളൊരു 4-5 പേര് കൂടിയിട്ട് മൊത്തമായിട്ട് വാങ്ങിച്ച് കൊണ്ടുവന്ന് ഇവിടെ ഇടുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 5.5 രൂപ 6 രൂപ താഴെയായിട്ട് 1 കിലോ ഫീഡ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഇപ്പോഴത്തെ കേരളത്തിലെ മറ്റേ റെഡിമെയ്ഡ് ഫീഡുകൾ ആണെന്ന് പറയുകയാണെങ്കിൽ ഏകദേശം 7.25 രൂപയൊക്കെ വില വരുന്നുണ്ട്. അതായത് 1 കിലോയിൽ നമുക്ക് 1 രൂപ 1.5 രൂപയുടെ വ്യത്യാസം കിട്ടുന്നുണ്ട്.